ഇതുവരെ ഒരു കോൺഗ്രസ് ഓഫീസും ബി.ജെ.പി. ഓഫീസായിട്ടില്ല. പക്ഷേ ത്രിപുരയിലെയും ബംഗാളിലെയും ആയിരക്കണക്കിന് ഓഫീസുകൾ ബി.ജെ.പി. ഓഫീസുകളായി മാറിയത് നമ്മൾ കണ്ടതാണ്. ബംഗാളിലും ത്രിപുരയിലും CPM-ന്റെ ഭാഗമായി ഇരുന്നവർ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയിട്ടുണ്ട്. പാർട്ടി ഓഫീസ് തൃണമൂല് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. RSS പിടിച്ചുപോയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഞങ്ങളുടെ സഖാക്കളെ കൊന്നിട്ടുണ്ട്. അതും നിങ്ങളുടെ നേതാക്കന്മാർ തലയിൽ തുണിയിട്ട് RSS-ന്റെ പണം വാങ്ങിച്ച് മുങ്ങുന്നതും രണ്ടും രണ്ടാണ്. കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണ, ഉത്തർപ്രദേശിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി ജഗദാംബിക പാൽ, ഉത്തരാഖണ്ഡിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ, പഞ്ചാബിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി അമർദീർ സിംഗ്, ഒഡീഷയിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി ഗിരിധർ ഗോമന്ത്, അതുപോലെ 3 തവണ UP മുഖ്യമന്ത്രിയായ ND തിവാരി, ഗോവയിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി ദിബഗ്നദർ കാമത്ത്, അതുപോലെ അരുണാചൽ പ്രദേശിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി പേമ ഖണ്ഡു, അതുപോലെ മഹാരാഷ്ട്രയിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി നാരായണ റാണെ, ആന്ധ്രാപ്രദേശിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡി, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ നിങ്ങളുടെ മറ്റൊരു മുഖ്യമന്ത്രി അശോക് ചവാൻ, അതുപോലെ ഇപ്പോ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥ് വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ത്രിപുരയിലെ മുഖ്യമന്ത്രി മണിസാഗ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ആസാമിലെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ നിങ്ങളുടെ നേതാവായിരുന്നു. മണിപ്പൂരിലെ നിങ്ങളുടെ ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി N ബീരൻ സിംഗ് നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നു. അരുണാചൽ പ്രദേശിലെ പ്രേമ ഖണ്ഡു, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, റാവു ഇന്ദ്രജിത്ത് സിംഗ്, നാരായണ റാണെ, എത്രയോ നേതാക്കന്മാർ ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിലുള്ള ബി.ജെ.പിയുടെ എംപിമാരിൽ 3-2 പേരും പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇവരെല്ലാം പണാധിപത്യത്തിന് കീഴടങ്ങിയവരാണ് ഭൂരിഭാഗവും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലും